പ്രാണനിൽ നീ മാത്രം. രചന അവതരണം മിത്രവിന്ദ. ഗൗരിയാണെങ്കിൽ മഹിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗൗരി കുറച്ചു സമയമായിട്ടും അവളിൽ നിന്നും ഒരു പ്രതികരണം പോലും ഇല്ലാതെ വന്നപ്പോൾ മഹി അവളെ വിളിച്ചു. നീ ഇത് ഏത് ലോകത്താണ്? അവൻ ചോദിച്ചു. ഗൗരി ഒന്നും മിണ്ടാതെ ബെഡിലേക്ക് കയറിക്കിടന്നു. ഞാൻ മരിച്ചു പോകുമെന്നോർത്ത് നീ പേടിക്കണ്ട. എന്റെ പാതി സ്വത്ത് നിന്റെ പേരിലേക്ക് ഉടനെ മാറ്റും. മഹി കാതോരം പറയുന്നതൊന്നും അവൾ കേട്ടിരുന്നില്ല. ഹൃദയം അലമുറയിട്ട് കരയുകയാണ്. മഹിയേട്ടൻ പറഞ്ഞതുപോലെ ഇനി ഏട്ടനും. അപ്പോ വീണ്ടും താൻ ഒറ്റയ്ക്കാവില്ലേ? പോട്ടെ, എല്ലാരും പോട്ടെ. ആർക്കും വേണ്ടല്ലോ എന്നെ. ശല്യമാണ് എല്ലാവർക്കും. അല്ലെങ്കിലും ഗൗരി എന്നും ഒറ്റയ്ക്കാണ്. അതങ്ങനെ തന്നെ തുടരട്ടെ. എന്തിനായിരുന്നു ഈ ജന്മം തന്നത്? ഈശ്വരന്റെ സൃഷ്ടിയിൽ കോമാളിയാവാനായിരിക്കും തനിക്ക് വിധി. അച്ഛനും അമ്മയുമൊക്കെ ഇത് കണ്ട് സന്തോഷിക്കട്ടെ. ഒരു തേങ്ങൽ ഉയർന്നു വന്നതും മഹി ചെരിഞ്ഞു നോക്കി. ഗൗരി. അവൻ അവളുടെ തോളിൽ തട്ടി വിളിച്ചു. എന്നിട്ട് അവൻ എഴുന്നേറ്റ് ലൈറ്റിട്ടു. ഗൗരി. അവൻ വീണ്ടും അവളെ കുലുക്കി വിളിച്ചു. കണ്ണുകൾ ഇറുക്കിയടിച്ച് കിടന്നതല്ലാതെ അവൾ അനങ്ങിയില്ല. കുറച്ചു സമയം കൂടി മഹി ലൈറ്റ് ഓൺ ചെയ്തിട്ടു. ശ്വാസം അടക്കി പിടിച്ച് തന്റെ തേങ്ങൽ കേൾക്കാതിരിക്കാൻ അവൾ കണ്ണടച്ച് കിടന്നു. കാലത്ത് ആദ്യം ഉണർന്നത് ഗൗരിയായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞ് അവൾ നേരെ പൂജാമുറിയിലേക്ക് പോയി. വിളക്ക് കൊളുത്തി. ഗുരുവായൂരപ്പന്റെ ഓടിന്റെ ഒരു വിഗ്രഹമുണ്ട്. അതിന്റെ മുന്നിലാണ് വിളക്ക് കൊളുത്തുന്നത്. അവൾ കണ്ണന്റെ അടുത്ത് നിന്നു. കണ്ണ, മഹിയേട്ടൻ പറഞ്ഞതൊക്കെ സത്യാണോ? കുടിച്ചു കുടിച്ച് എല്ലാം തീർന്നെന്നാണ് പറഞ്ഞത്. എന്നെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അതോ മഹിയേട്ടനും? അത് പറഞ്ഞുകൊണ്ട് അവൾ കണ്ണന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. സത്യമായിട്ടും പറയുക കണ്ണ. ഇനി ഇനി മഹിയേട്ടനും കൂടി എന്തെങ്കിലും പറ്റിയ പിന്നെ ഗൗരി ഒരു നിമിഷം പോലും കാണില്ല. സ്വയം ജീവൻ എടുക്കും ഞാൻ. എന്തിനാ നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അനുസരണയില്ലാതെ ഒഴുകുകയാണ് അവളുടെ കണ്ണീർ. ആൾക്ക് എന്നോട് ഇഷ്ടമില്ലെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ കഴിയുന്നില്ല. കണ്ണനെ നോക്കി തന്റെ സങ്കടം പറയുകയാണ് ഗൗരി. അറിയില്ല കണ്ണ, എനിക്ക് എന്താണ് പറ്റുന്നതെന്ന്. മഹിയേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും എന്നോട് വെറുപ്പാണെന്ന് നേരിട്ട് പറഞ്ഞതാണെങ്കിലും 6 മാസം കഴിഞ്ഞ് ഇവിടെ നിന്നിറങ്ങണമെന്ന് ഡിമാൻഡ് പറഞ്ഞു വെച്ചപ്പോഴും താലിമാല ഊരിത്തരാൻ ആവശ്യപ്പെട്ടപ്പോഴുമൊക്കെ എനിക്ക് കഴിയുന്നില്ല ആ മനുഷ്യനെ വെറുക്കാൻ. എൻ്റെ സ്വന്തമാണെന്ന് പറയാനുള്ള അവകാശമൊന്നുമില്ല. പക്ഷെ ആ ആൾക്ക് വേണ്ടിയാണ് ഞാൻ ഓരോ വൈകുന്നേരം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. വരാൻ വൈകുന്നേരം എൻ്റെ നെഞ്ചു പൊട്ടും. ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ എന്നോർത്ത്. ചെറിയമ്മ ഇന്ന് മഹിയേട്ടനെ പ്രാഗി പറഞ്ഞപ്പോൾ എൻ്റെ നെഞ്ചാണ് കണ്ണാ പൊട്ടിയത്. എന്തെങ്കിലും ഒരിക്കൽ ഒരു ദിവസം മാത്രം സന്തോഷത്തോടെ സമാധാനത്തോടെ ആ നെഞ്ചിൽ കിടന്ന് ഒന്നുറങ്ങണം. അതുമാത്രമുള്ള ഈ ഗൗരിക്ക്. അതിന് നീ എന്നെ സമ്മതിപ്പിക്കുമോ കണ്ണ? അവൾ നിറഞ്ഞ മിഴിയാലെ നോക്കുമ്പോൾ ചുണ്ടിലൊരു പുഞ്ചിരിയുമായി ഉണ്ണിക്കണ്ണനും അവളെ നോക്കുകയാണ്. കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അല്പസമയം കൂടി ഇരുന്നു. കുറച്ച് ആശ്വാസമൊക്കെ അവൾക്കപ്പോൾ തോന്നി. ഭഗവാൻ കൈവിടിയില്ല എന്നൊരു വിശ്വാസവും. എന്നാലും താനായിട്ട് മഹിയേട്ടന്റെ പിന്നാലെ ചെല്ലില്ല. സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. അവൾ മെല്ലെ എഴുന്നേറ്റു. എന്നിട്ട് ഗൗരി അടുക്കളയിലേക്ക് ചെന്നു. അവനുള്ള കോഫി എടുത്തു. റൂമിൽ ചെന്നപ്പോഴും ആള് നല്ല ഉറക്കത്തിലാണ്. കോഫി കൊണ്ടുപോയി വെച്ചിട്ട് ഗൗരി അവനെ വിളിച്ചു. മഹിയേട്ടാ. തോളിപ്പിടിച്ച് കുലുക്കിക്കൊണ്ട് വീണ്ടും വിളിച്ചു. പെട്ടെന്നവൻ കണ്ണു തുറന്നു. എന്റെ കുഞ്ഞെവിടെ? അവൻ 4 പാടും നോക്കി. കുഞ്ഞോ? നിങ്ങൾക്കെപ്പോഴാ കുഞ്ഞായത്? അവൾ അന്തിച്ചു. എടി, നമ്മുടെ കുഞ്ഞ്. അവൻ എഴുന്നേറ്റ് മുണ്ട് മുറുക്കി എടുത്തു. ഓ, എന്തൊരു ക്യൂട്ടായിരുന്ന കുഞ്ഞുവാവ. നല്ല തുടുത്തിരിക്കുന്നു. ഞാൻ എടുക്കാനായി വന്നതാ. അപ്പോഴേക്കും നീ വന്നു വിളിച്ചു. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. ഗൗരിക്കാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ട് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പോലും കഴിഞ്ഞില്ല. ആ, കാണണ്ട. നീ പോടി. വെറുതെ എന്തോ സ്വപ്നം കണ്ടെന്ന് കരുതി ഇന്നോ നാളെയോ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യനാ. കൂസലില്ലാതെ പറയുന്നവളെ മഹി കലിപ്പിച്ചു നോക്കി. ഓ, ഈ കാന്താരിക്ക് ഞാൻ ചത്താലും ഒരു സങ്കടമില്ല. എന്തൊക്കെ പറഞ്ഞു നോക്കി ഇന്നലെ രാത്രിയിൽ.
ഇനി എന്നോട് അങ്ങനെ സ്നേഹമൊന്നും ഇല്ലേ ആവോ? അവൻ ഓർത്തു. ഡി ഗൗരി, റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നവളെ മഹി വിളിച്ചു. എന്തുവാ? നിനക്ക് ആഗ്രഹമൊന്നും ഇല്ലേടി ഒരു കുഞ്ഞു വേണോന്നൊക്കെ? "ഓ, പിന്നെ ഭയങ്കര ആഗ്രഹമല്ലേ. 6 മാസം കഴിഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വയറ്റിലൊരു കൊച്ചു ഫ്രീയോ? നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോ. വേല മനസ്സിലിരിക്കട്ടെ മഹേശ്വർ സാറേ." ഗൗരി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞിട്ട് ഇറങ്ങി താഴേക്ക് പോയി. ഓ, ഇതിനെ ഒന്ന് വളച്ചെടുക്കണമെങ്കിൽ താൻ കുറച്ച് പാടുപെടും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ മഹി ഗൗരിയെ വിളിച്ചു. എന്താ ഏട്ടാ? ഇവിടെ വന്നിരിക്കാൻ പ്രത്യേകം പറയണോ ഗൗരി? ഞാൻ അപ്പുറത്തിരുന്നോളാം, എനിക്കതാ ഇഷ്ടം. നിങ്ങൾക്കും അങ്ങനെ ആയിരുന്നല്ലോ. നീ അപ്പുറത്ത് പോയിരുന്നോ? ഞാൻ അവിടെ നിന്ന് നിന്നെ എടുത്തുകൊണ്ട് വന്നോളാം. എനിക്കിപ്പോൾ അതാണ് ഇഷ്ടം. എന്നിട്ട് ഇന്നലത്തെ പോലെ നീ ഊർന്നിറങ്ങിയാൽ മതി. ഒരു വഷളൻ ചിരിയോടെ പറയുന്നവനെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് ഗൗരി അവൻ്റെ അരികിലായി വന്നിരുന്നു. സൂപ്പറായിരുന്നു കേട്ടോ ഗൗരി. എന്ത്? അല്ല, ഈ ചിക്കൻ കറി. അവൻ അല്പം ചാറെടുത്ത് നാവിൽ വെച്ചു. പുട്ടും ചിക്കൻ കറിയുമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. സൂപ്പറാണ് കേട്ടോ, ശരിക്കും എനിക്കിഷ്ടപ്പെട്ടു. ഓ, താങ്ക് യു. അവൾ വേഗം കഴിച്ചു തീർത്തു. എന്നിട്ട് പ്ലേറ്റ് എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. സ്കൂളിൽ പോകാനായി വേഗം പോയി അവൾ റെഡിയായി വന്നു. കരിനീല നിറമുള്ള ഒരു കോട്ടൺ സാരിയാണ് വേഷം. ഗൗരി, വൈകുന്നേരം ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. വീട് പൂട്ടി ഇറങ്ങുമ്പോൾ മഹി അവളോട് പറഞ്ഞു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്, അതിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം. മഹിയേട്ടൻ തനിച്ചു പോയാൽ മതി, ഞാനില്ല. അതെന്താ? ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് മടിയാ. മടിയൊക്കെ ഞാൻ മാറ്റാം, നീ ഒപ്പം വന്നാൽ മതി. മഹിയേട്ടന് ഷർട്ടൊക്കെ എടുക്കാനല്ലേ, അതിന് ഞാൻ എന്തിനാ? നീയും കൂടി വാടി ഭാര്യയെ, എൻ്റെ ഒരു ആഗ്രഹമല്ലേ. അവൻ കാറ് സ്റ്റാർട്ട് ചെയ്തു. പോകും വഴിയിൽ ഗൗരി ടീച്ചറമ്മയെ വിളിച്ചു. എന്നിട്ട് അവരോട് സംസാരിച്ചു. ഹിമ ഓക്കെ ആയി വരുന്നുവെന്ന് അവർ ഗൗരിയോട് പറഞ്ഞു. സ്കൂളിൽ ചെന്നിട്ടൊന്ന് വിളിക്കണമെന്നും ഒരു കാര്യം പറയാമെന്നും ടീച്ചർ അവളോട് മെല്ലെ പറഞ്ഞു. ശരി ടീച്ചറമ്മേ, ഞാൻ വെക്കട്ടെ, ഇറങ്ങാറായി. അവൾ വേഗം ഫോൺ കട്ട് ചെയ്ത് ബാഗിൽ വെച്ചു. ഗൗരി, നിനക്കിവിടെ സാരി നിർബന്ധമാണോ? അല്ല, എന്താ ഏട്ടാ? പിന്നെ നീ ആരെ കാണിക്കാനാ എന്നും ഈ സാരിയും ചുറ്റി വരുന്നത്? ഞാനതിന് എന്ത് കാണിച്ചെന്നാ മഹിയേട്ടൻ പറയുന്നേ? അവൾക്ക് അരിശം വന്നു. നിന്റെ വയറ് കാണാം, ഒരു സേഫ്റ്റി പിൻ എടുത്ത് കുത്തിവെക്ക്. അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്, താൻ പിന്നു കുത്തിയത്. താൻ പിന്നു കുത്തിയതായിരുന്നല്ലോ, ഇതെവിടെ പോയി? ഇറങ്ങാൻ നോക്കടി, നേരം പോയി. അവൻ ഒച്ച വെച്ചു. ഓ, ഒന്ന് കുത്തട്ട് മനുഷ്യ. അവൾ ബാഗിൽ നിന്നും വേറൊരു പിന്നെടുത്തു. എന്നിട്ട് വയറിൻ്റെ ഭാഗം മറിച്ച് അത് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഓക്കെ ആയോ? വണ്ടിൽ നിന്നും ഗൗരി ഇറങ്ങിയിട്ട് അവനോട് ചോദിച്ചു. അവനൊന്ന് മൂളി. എന്നിട്ട് വണ്ടി മുന്നോട്ടെടുത്തു. അല്ല, എന്തൊരു ശ്രദ്ധയാണ് പോലും. അപ്പോൾ ശരിക്കും സ്നേഹമൊക്കെ ഉണ്ടോ? അതോ? സ്കൂൾ ഗേറ്റ് കടന്നു പോകുമ്പോൾ അവൾ ഓർത്തു. ഇന്റർവെൽ ടൈം ആയപ്പോൾ ഗൗരിക്ക് ചെറുതായി അടിവയറ്റിലൊരു കൊളുത്തി വലിക്കൽ പോലെ. കാലിനൊക്കെ വല്ലാത്ത കടച്ചിലും. അവൾ വാഷ്റൂമിലേക്ക് പോയി. പീരിയഡ്സ് ആയതാണ്. ഓ, എൻ്റെ ഈശ്വര, ഇന്നത്തെ കാര്യം പോയത് തന്നെ. എല്ലാ മാസവും ഈ ചുവപ്പ് രാശി പടരുമ്പോൾ അതികഠിനമായ വയറുവേദനയാണ് അവൾക്ക്. അന്നു മുഴുവനും അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ കിടക്കും. അത്രയ്ക്ക് അസഹനീയമാണ് അവൾക്ക് ആ ദിനം. ഉച്ചവരെ ഒരു തരത്തിൽ പിടിച്ചു നിന്നു. പിന്നീട് അങ്ങോട്ട് അവൾ അവശയായി തുടങ്ങി. വേഗം ഓഫീസ് റൂമിലേക്ക് ചെന്നു. ഹെഡ് മിസ്ട്രസിനെ കണ്ടു. ഹാഫ് ഡേ ലീവ് എടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു. ഡോർ തുറന്നു വീട്ടിലേക്ക് കയറി ബെഡിലേക്ക് പോയി കിടന്നു. 3 മണിയായപ്പോൾ മഹി വീട്ടിലെത്തി. ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നു. അവന്റെ നെറ്റി ചൊളിഞ്ഞു. പുറത്തെ കോണിൽ കിടക്കുന്ന ഗൗരിയുടെ ചെരുപ്പ് അവൻ അപ്പോഴാണ് കണ്ടത്. കോളിംഗ് ബെൽ അമർത്തിയിട്ട് അവൻ സിറ്റ് ഔട്ടിലൂടെ നടന്നു. അല്പം കഴിഞ്ഞതും വാതിൽ തുറക്കപ്പെട്ടു. അഴിഞ്ഞുലഞ്ഞ മുടിയുമായി വളരെ ക്ഷീണിതയായി വയറ് പൊത്തിപ്പിടിച്ചു നിൽക്കുന്ന ഗൗരിയെ കണ്ടതും അവൻ ഒന്ന് ഞെട്ടി. ഗൗരി, എന്തു പറ്റി തനിക്ക്? അവൻ ഗൗരിയുടെ തോളിൽ പിടിച്ചു. മറുപടി ഒന്നും പറയാതെ അവൾ വേഗം റൂമിലേക്ക് തന്നെ പോയി. ഡോറ് ലോക്ക് ചെയ്തിട്ട് പിന്നാലെ വന്ന് മഹി കാണുന്നത് ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ചുരുണ്ട് കിടക്കുന്നവളെയാണ്. ഇടയ്ക്ക് അവളുടെ മുഖം വല്ലാതെ മുറുകി വരുന്നു. ഗൗരി, എന്താ പറ്റിയേ? എന്തെങ്കിലും ഒന്ന് പറയടി. അവന് ടെൻഷനായി. പീരിയഡ്സ്.
കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവൾ പറഞ്ഞതും അവൻ ആശ്വാസമായി. ഓ, അതായിരുന്നോ? ഞാൻ കരുതി നിനക്ക് എന്തു പറ്റിയെന്ന്. അവൻ വേഷമൊക്കെ മാറിയിട്ട് അവളുടെ അടുത്ത് വന്നിരുന്നു. വയ്യടോ ഒട്ടും? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ആർദ്രമായി അവൻ ചോദിച്ചതും ഗൗരിയുടെ നെഞ്ചിലൊരു വിങ്ങലായിരുന്നു. കുഴപ്പമില്ല, മാറിക്കോളും. അവൾ ഒന്നുകൂടി ചുരുണ്ടുകൂടി. മഹിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വലിയ പിടുത്തമില്ല. പെട്ടെന്ന് അവനൊരു ഐഡിയ തോന്നി. ഫോൺ എടുത്ത് ഗൂഗിളിൽ നോക്കി. അടുക്കളയിലേക്ക് ചെന്ന് ഹോട്ട് വാട്ടർ ബാഗ് എടുത്തു. ഗ്യാസ് ഓണാക്കി കുറച്ച് ഉലുവ വെള്ളവും തിളപ്പിച്ചു. എന്നിട്ടവൻ വീണ്ടും റൂമിലേക്ക് ചെന്നു. ഗൗരി! 1-2 തവണ വിളിച്ചപ്പോൾ അവൾ ഒന്ന് ഞരങ്ങി. ഗൗരി, എഴുന്നേക്ക്! അവൻ ഗൗരിയെ താങ്ങി എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഗ്ലാസ് എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. ഉലുവയിട്ട് തിളപ്പിച്ച വെള്ളമാണ്, ഇത് കുടിക്ക്. അവൻ പറഞ്ഞതും ഗൗരി അവനെ ആദ്യം കാണും പോലെ നോക്കി. നെറ്റിൽ കണ്ടതാ ഹോം റെമഡി, കുടിച്ചു നോക്ക്, ചിലപ്പോൾ കുറയും. അവൻ വിശദീകരിച്ചു. ഗൗരി അത് മുഴുവനും കുടിച്ചു തീർത്തു. ചെരിഞ്ഞു കിടക്ക്, എന്നിട്ട് ചൂട് പിടിക്ക്. ഹോട്ട് വാട്ടർ ബാഗ് എടുത്ത് അവൻ അവളുടെ അടുത്തേക്ക് നീക്കി വെച്ചു. ചെരിഞ്ഞു കിടന്നവളുടെ വയറിന്മേൽ അവൻ അത് വെച്ചതും ഗൗരി ഒന്നും ഞെട്ടി. ചൂട് കൂടുതലുണ്ടോ? ഇല്ലെന്ന് അവൾ ചുമൽ കൂപ്പി. റെസ്റ്റ് എടുക്ക്, ഞാൻ ഇപ്പൊ വരാം. മഹി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഏറ്റവും കൂടുതൽ താൻ ആഗ്രഹിച്ച കാര്യവും ഇതായിരുന്നു. ഈ ദിവസങ്ങളിൽ വേദന കൊണ്ട് തളരുമ്പോൾ തൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. എത്രയോ രാത്രികളിൽ താൻ കിടന്ന് കരഞ്ഞിട്ടുണ്ട്. ഒരു തവണ ലച്ചു തൻ്റെ കാലിന് കടച്ചിലുണ്ടായപ്പോൾ ഒന്ന് തിരുമ്മി തന്നു. അന്ന് ചെറിയമ്മ അവളെ പൊതിരെ തല്ലി. പിന്നീട് ഒരിക്കൽ പോലും താൻ അവളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ന് മഹിയേട്ടൻ തൻ്റെ മുഖം ഒന്ന് മാറിയപ്പോൾ, തൻ്റെ വേദന മനസ്സിലാക്കിയപ്പോൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ മിഴിനീർ തടുക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. മഹി റൂമിലേക്ക് വന്നപ്പോൾ അവൾ കണ്ണുകൾ അടച്ചു കിടന്നു. അവൻ അവളുടെ അരികത്തായി വന്നിരുന്നു. ഹോട്ട് വാട്ടർ ബാഗ് എടുത്ത് ഒന്നുകൂടി ശരിയായി വെച്ചു. അവൾ ഉറങ്ങിയതാവുമെന്ന് കരുതി അവൻ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി. പിന്നീട് മെല്ലെ അവളും ഉറക്കത്തിലേക്ക് വഴുതി. രാത്രി 7 മണി ആയപ്പോഴാണ് ഗൗരി ഉറക്കം തെളിഞ്ഞത്. ഈശ്വര, ഇത്രയും സമയമായോ? മുടി മുഴുവൻ വാരി കെട്ടിവെച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. അടുക്കളയിൽ ചെന്നപ്പോൾ കണ്ടു കറികളൊക്കെ എടുത്ത് ചൂടാക്കി വെക്കുന്ന മഹിയെ. മഹിയേട്ടാ! അവളുടെ ശബ്ദം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. ആ, വേദനയൊക്കെ മാറിയോ? ചെറുചിരിയോടെ അവൾ മഹിയുടെ പിന്നിലേക്ക് ചെന്ന് നിന്നു. ഞാൻ ചെയ്തോളാം. കഴിഞ്ഞു, ഇനി ഫുഡ് കഴിച്ചാൽ മാത്രം മതി. ഞാൻ കിടന്നുറങ്ങിപ്പോയി, അതാണ്. കുറഞ്ഞോ നന്നായിട്ട്? അവൻ്റെ മുഖത്ത് നോക്കാതെ അവൾ മൂളി. ഗുഡ് ഗേൾ. അവളുടെ ചുമലിൽ ഒന്ന് തട്ടിയിട്ട് മഹി കറികളെല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ഡിന്നർ ടൈമായി, നമുക്ക് കഴിച്ചാലോ? ഞാൻ കുളിച്ചില്ല. ഓ ശരിയാണ്, എങ്കിൽ താൻ പോയി കുളിച്ചിട്ട് വാ. അവൾ റൂമിലേക്ക് പോയി. കുളിച്ച് വേഷം മാറി വന്നപ്പോൾ അവൾക്ക് വല്ലാത്തൊരു കുളിർമ. മഹിയുടെ ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു സന്തോഷവും. അന്ന് കിടക്കുന്ന സമയത്ത് അവൾ മഹിയെ ഒന്ന് പാളി നോക്കി. അവൻ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ്. 1/2 മണിക്കൂർ കഴിഞ്ഞാണ് അവൻ ഫോൺ വെച്ചത്. ഗൗരി ഉറങ്ങാതെ കിടക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം നന്നായി കിടന്നുറങ്ങിയതുകൊണ്ടാണ്. ലൈറ്റ് ഓഫ് ചെയ്ത് മഹിയും അവൾക്ക് അരികിൽ വന്ന് കിടന്നു. ഇന്ന് പുറത്തു പോകാൻ കഴിഞ്ഞില്ലല്ലോ മഹിയേട്ടാ. താൻ ഓക്കെ ആയിട്ട് നമുക്ക് പോകാം. 2 ദിവസം കൂടി കഴിയട്ടെ. എന്നാണ് കല്യാണം? അടുത്ത ഞായറാഴ്ച. താനും പോരെ? അയ്യോ, ഞാനില്ല, അവൾ വേഗം പറഞ്ഞു. അതെന്താ? ഏയ്, ഞാൻ വരുന്നില്ല. മഹിയേട്ടൻ പോയാൽ മതി. ഓക്കെ. പിന്നീട് അതിനെപ്പറ്റി കൂടുതലൊന്നും അവൻ പറഞ്ഞില്ല. വയറുവേദന ശരിക്കും പോയോ? താങ്ക്സ് കേട്ടോ. എന്തിന്? എന്നെ കെയർ ചെയ്തതിന്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ. അതെന്താ, വയ്യാതിരിക്കുമ്പോൾ ചെറിയമ്മയൊന്നും നോക്കാറില്ലേ? പിന്നെ അനുജത്തിമാരും ഉണ്ടായിരുന്നല്ലോ. അതിന് മറുപടിയായി അവൾ ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കൊരമ്മയുണ്ടായിരുന്നെങ്കിലെന്ന് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ദിവസങ്ങളാണിത്. എന്തെങ്കിലും വയ്യാഴിക വരുമ്പോൾ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ
എൻ്റെ അമ്മ ഓടി വരുന്നതായി ഞാൻ സ്വപ്നം കാണാറുണ്ട്. ഞെട്ടി ഉണർന്ന് ഞാൻ കരയും. ഏറ്റവും കൂടുതൽ എൻ്റെ പരാതിയും സങ്കടവും പരിഭവവും ഒക്കെ കേൾക്കുന്നത് എൻ്റെ തലയണയായിരുന്നു. അവനെ നോക്കി ഗൗരി അത് പറയുമ്പോൾ മഹിക്ക് ഒരുപാട് സങ്കടം വന്നു. ഓ, അതിരിക്കട്ടെ. എല്ലാ മാസവും തനിക്കിങ്ങനെ പെയിൻ വരാറുണ്ടോ? പെട്ടെന്ന് അവൻ വിഷയം മാറ്റി. ഉം, എങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കാം. ഏയ്, അതൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ മാറും. പെട്ടെന്ന് അവൾ അവൻ്റെ നേർക്ക് ചെരിഞ്ഞു കിടന്നു. നേരെ മുകളിലേക്ക് നോക്കി കൈകൾ രണ്ടും തലയുടെ പിന്നിലായി പിണച്ചുകൊണ്ട് മഹി കിടക്കുകയാണപ്പോൾ. മഹിയേട്ടാ. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാമോ? ആദ്യം ചോദിക്ക്, എന്നിട്ട് തീരുമാനിക്കും സത്യമാണോ കള്ളമാണോ പറയേണ്ടതെന്ന്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എന്നോട് വാക്ക് പറയണം, കള്ളമൊന്നും പറയില്ലെന്ന്. അവൾ തൻ്റെ വലത് കൈ അവൻ്റെ നേർക്ക് നീട്ടി. നീ ചോദിക്കു പെണ്ണേ, എന്നിട്ടല്ലേ ബാക്കി. അവൻ അവളുടെ കയ്യിലേക്ക് തൻ്റെ കൈ കോർത്തു. അത് പിന്നെ മഹിയേട്ടാ, ഇന്നലെ പറഞ്ഞില്ലേ കുടിച്ചു കുടിച്ച് ലിവറൊക്കെ തീർന്നെന്ന്. അത് സത്യമാണോ? അതെ. അത് കേട്ടതും ഗൗരി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ഇല്ല, മഹിയേട്ടൻ കളവ് പറയുക, എന്നെ പറ്റിക്കുന്നതാണ്. അത് പറയുകയും അവളുടെ ശബ്ദമിടറി. അരണ്ട വെളിച്ചത്തിലും അവളുടെ മിഴികളിൽ നീർത്തിളക്കം. അത് മഹി കണ്ടുപിടിച്ചു. പെണ്ണിനപ്പം തന്നോട് സ്നേഹമൊക്കെ ഉണ്ട്. തൻ്റെ ഉള്ളിൽ സന്തോഷം പതഞ്ഞു പൊങ്ങുകയാണെന്ന് അവന് തോന്നി. ഞാൻ എന്തിനാടോ തന്നോട് നുണ പറയുന്നത്? പിന്നെ വിശ്വസിക്കുവോ വിശ്വസിക്കാതിരിക്കുവോ, അതൊക്കെ തൻ്റെ ഇഷ്ടമാണ്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. മഹിയേട്ടൻ നുണ പറയുക. എങ്കിലങ്ങനെ വിശ്വസിക്ക്. അവൻ മറുപുറം ചെരിഞ്ഞു കിടന്നു. പെണ്ണിന്റെ അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അവൻ തലചെരിച്ചു നോക്കി. മുട്ടിന്മേൽ മുഖം പൂഴ്ത്തി ഏങ്ങലടിക്കുന്നവളെ കണ്ടതും മഹിയുടെ ഉള്ളിൽ വിരിഞ്ഞത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു അനുഭൂതിയായിരുന്നു. തുടരും.